പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ ബി ജെ പിയിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ പടനീക്കം ശക്തമായി. കൃഷ്ണദാസ് പക്ഷവും ശോഭാ സുരേന്ദ്രൻ പക്ഷവുമാണ് സുരേന്ദ്രനെതിരെ കരുക്കൾ നീക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ പ്രചാരണത്തിന് നേരിട്ട് നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർന്നത് ചർച്ചാ വിഷയമാക്കാനാണ് സുരേന്ദ്രനെ എതിർക്കുന്ന ഇവരുടെ ശ്രമം. പാർട്ടിയിലെ പല നേതാക്കളും സുരേന്ദ്രന്റെ നേതൃത്വത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്ത് വന്നു കഴിഞ്ഞു. ഇതിനകം പാർട്ടിയുടെ മേൽക്കൂര ശക്തിപ്പെടുത്തണമെന്നാണ് മുതിർന്ന നേതാവ് എൻ ശിവരാജൻ പറഞ്ഞത്. നേതൃമാറ്റം വേണമെന്നതിന്റെ സൂചനയാണ് ഇതിനെ വിലയിരുത്തുന്നത്. സംഘടനാ സംവിധാനത്തിൽ പാളിച്ചകൾ ഉണ്ടായെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണനെ പോലുള്ള നേതാക്കൾ പരസ്യമായി വിമർശിച്ചു തുടങ്ങി. എന്നാൽ ശോഭാ സുരേന്ദ്രൻ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. ചേലക്കരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും ശക്തി കേന്ദ്രമായ പാലക്കാട് 10,000-ഓളം വോട്ട് കുറഞ്ഞതാണ് നേതൃത്വത്തെ വെട്ടിലാക്കുന്നത്. തങ്ങളുടെ കയ്യിലുള്ള പാലക്കാട് നഗരസഭയിൽ പോലും വോട്ടിൽ വൻ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. A+ മണ്ഡലങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന പാലക്കാട് ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു BJP. പക്ഷേ തുടക്കം മുതൽ തൊട്ടതെല്ലാം പിഴയ്ക്കുകയായിരുന്നു. ശോഭാ സുരേന്ദ്രന് സ്ഥാനാർത്ഥിത്വം നൽകാതിരുന്നതും അവർ ചർച്ചയാക്കിയിരിക്കുകയാണ്. ഒടുവിൽ സന്ദീപ് വാര്യർ പാർട്ടിയോട് ടാറ്റ പറഞ്ഞതോടെ തകർച്ച സമ്പൂർണ്ണമായി. കെ സുരേന്ദ്രന്റെ പിഴച്ച നീക്കങ്ങളാണ് ഇതിനെല്ലാം കാരണമെന്നാണ് എതിർചേരിയിലുള്ളവർ പറഞ്ഞു വെക്കുന്നത്. മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ BJP നേതാവ് എൻ ശിവരാജൻ നടത്തിയ പ്രസ്താവന ശോഭാ സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ വിജയം ഉറപ്പാണെന്നായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാറിനെ പാർട്ടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഭിന്നത വ്യക്തമായി. സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പരിപാടികളിൽ ശോഭാ സുരേന്ദ്രൻ സജീവമല്ലായിരുന്നതും ചർച്ചയായിട്ടുണ്ട്. ബോർഡ് കത്തിക്കലും മറ്റുമൊക്കെ തകർച്ചയ്ക്ക് വേണ്ട മേമ്പൊടിയായി. വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് കോൺഗ്രസ് എത്തിയതും സുരേന്ദ്രന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണെന്ന വിമർശനവും ഉയരുന്നു. പാർട്ടിക്ക് സുപ്രധാന തെരഞ്ഞെടുപ്പ് ആയിട്ടും സന്ദീപ് വാര്യരെ പോലെയുള്ള നേതാവിനെ കൈവിട്ടത് പക്വതയില്ലാത്ത തീരുമാനമായാണ് പലരും വിലയിരുത്തുന്നത്. ഏറെക്കാലവും മുൻനിരയിലുണ്ടായിരുന്നിട്ടും പക്വത നേടാൻ സുരേന്ദ്രനായിട്ടില്ലെന്ന വിമർശനം ശക്തമാണ്. സി കൃഷ്ണകുമാർ സുരേന്ദ്രന്റെ നോമിനിയായിട്ടാണ് സ്ഥാനാർത്ഥിയായത്. പ്രചാരണം നേരിട്ട് നിയന്ത്രിച്ചതും സുരേന്ദ്രൻ തന്നെയായിരുന്നു. ചേലക്കരയിൽ 1-2 ദിവസം മാത്രം പോയ അദ്ദേഹം മുഴുവൻ സമയവും കേന്ദ്രീകരിച്ചത് പാലക്കാട് തന്നെയായിരുന്നു. ഒന്നിലധികം വാർത്താ സമ്മേളനങ്ങൾ മിക്ക ദിവസങ്ങളിലും നടത്തുകയും ചെയ്തു. പക്ഷേ അതൊന്നും വോട്ടായി മാറിയില്ല. സന്ദീപ് വാര്യരോട് അനുഭവം പ്രകടിപ്പിച്ച് പാലക്കാട്ടെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പാർട്ടി വിടുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നേതൃത്വത്തിന് ഉള്ളത്. ശോഭയായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഇതായിരിക്കില്ല ഫലമെന്നാണ് പാർട്ടിയുടെ ഭൂരിപക്ഷത്തിന്റെയും നിലപാട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം.